നമസ്കാരം. അങ്ങനെ ബീഹാറിൽ ഇന്ത്യ സഖ്യത്തിന്റെ കഥ കഴിഞ്ഞിരിക്കുന്നു. പ്രത്യേകിച്ച് കോൺഗ്രസ് ചത്ത കുതിരയായി മാറിയിരിക്കുന്നു. CPM-ഉം CPI-യും ഒക്കെ ഒന്നിൽ നിന്നും പൂജ്യത്തിലേക്കൊക്കെ മാറിയ കാഴ്ച നമ്മൾ കാണുന്നു. മഹാഗഠബന്ധൻ സഖ്യം തകർന്നടിഞ്ഞ് തരിപ്പണമായിരിക്കുന്നു. എന്തു സംഭവിക്കുന്നു എന്ന് തേജസ്വി യാദവിന് പോലും ലാലു പ്രസാദ് യാദവിന് പോലും മനസ്സിലാക്കാൻ പറ്റാത്ത അവസ്ഥയായിരിക്കുന്നു. കയ്യിലുള്ള വോട്ട് ബാങ്കുകളെല്ലാം ചോർന്നു പോയിരിക്കുന്നു. കണക്ക് കൂട്ടിയതിനപ്പുറമുള്ള വമ്പിച്ച വിജയത്തിലേക്ക് BJP എത്തിയിരിക്കുന്നു. BJP നേതൃത്വത്തിലുള്ള NDA സഖ്യം ഒരിക്കൽ കൂടി അധികാരം ഉറപ്പിക്കുന്നു. ബീഹാറിൽ ഇത്തവണ ഇതൊന്നുമല്ല കോൺഗ്രസും മഹാഗഠബന്ധനും ഒക്കെ പ്രതീക്ഷിച്ചത്. ഇത്തവണ അധികാരം പിടിക്കാമെന്നുള്ള വലിയ ആത്മവിശ്വാസം RJDക്കും BJPക്കും ഒക്കെ ഉണ്ടായിരുന്നു. പക്ഷെ എവിടെയാണ് സംഭവിച്ചത്, എവിടെയാണ് പിഴച്ചുപോയത്? ഈ ചോദ്യമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതൃത്വവും RJD നേതൃത്വവും മഹാഗഠബന്ധൻ സഖ്യവും ഒക്കെ ഇന്ത്യ മുന്നണിയും ഒക്കെ ഇപ്പോൾ ചിന്തിക്കുന്നത്. സംഭവിച്ചത് മറ്റൊന്നുമല്ല, SIR നടപ്പാക്കി. SIR നടപ്പാക്കിയ ശേഷമുള്ള പുതുക്കിയ വോട്ടർ പട്ടികയുടെ അടിസ്ഥാനത്തിലാണ് ബീഹാറിൽ വോട്ടെടുപ്പ് നടന്നത്. അതിനർത്ഥം അനധികൃതമായി ചേർത്ത ലക്ഷക്കണക്കിന് വോട്ടുകൾ ഇത്തവണ വെട്ടിക്കളഞ്ഞു. യഥാർത്ഥ വോട്ടർമാർ, ആ മണ്ഡലത്തിലുള്ള, ആ വാർഡിലുള്ള, ആ വീട്ടിൽ താമസിക്കുന്ന വോട്ടർമാർ മാത്രമാണ് ഈ ബീഹാർ ഇലക്ഷനിൽ വോട്ട് ചെയ്തത്. അപ്പോഴും വിജയം BJPക്കും NDA സഖ്യത്തിനുമാണ്. എന്തൊക്കെയായിരുന്നു നിലവിളികൾ? രാഹുൽ ഗാന്ധി എന്തൊക്കെയാണ് വോട്ട് ചോരി എന്ന് പറഞ്ഞുകൊണ്ട് മാധ്യമങ്ങളെ കബളിപ്പിച്ച് പറഞ്ഞത്? ബാംഗ്ലൂരിൽ ഇത്ര വോട്ട്, ഹരിയാനയിൽ ഇത്ര വോട്ട് അധികമായി ചേർത്തു, അവിടെ ഇത്ര വോട്ട് ചേർത്തു, ലക്ഷക്കണക്കിന് വോട്ടുകൾ അവിടേക്ക് ചേർത്തു. ഇതെല്ലാം പൊട്ടിപ്പാളീസായി പോയി. ഈ ആരോപണങ്ങൾക്കൊന്നും കഴമ്പില്ല എന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തന്നെ പറഞ്ഞു. ഒരു തെളിവ് കൊണ്ടുവരാൻ പറഞ്ഞു. ഏതൊക്കെ വോട്ടർമാരുടെ പേരെടുത്താണോ, അവരുടെ ചിത്രങ്ങൾ എടുത്താണോ രാഹുൽ ഗാന്ധി ഹരിയാനയിൽ ആരോപണം ഉന്നയിച്ചത്, അതൊക്കെ അസത്യമാണെന്ന് ആ വോട്ടർമാർ തന്നെ പിന്നീട് മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് പറഞ്ഞു. ഇപ്പോൾ SIR ആണ് താരം. അനധികൃതമായി ഇടതുപക്ഷവും കോൺഗ്രസും കോൺഗ്രസിന്റെ കൂട്ടാളികളും ഇന്ത്യ മുന്നണിയിലെ ഓരോ സഖ്യവും അനധികൃതമായി ചേർത്ത വോട്ടുകളൊക്കെ തന്നെ കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വെട്ടി നീക്കുന്നു. ഇത് ബീഹാർ മാത്രമല്ല സംഭവിക്കാൻ പോകുന്നത്, ഇത് ഏറ്റവും അധികം ബാധിക്കാൻ പോകുന്നത് ഇങ്ങ് കൊച്ചു കേരളത്തിലാണ്. കേരളത്തിൽ 50 ലക്ഷത്തിലധികം, കേരളത്തിലെ ജനസംഖ്യയേക്കാൾ 50 ലക്ഷത്തിലധികം ആധാർ കാർഡുകൾ വിതരണം ചെയ്തു എന്ന് കേന്ദ്ര ഏജൻസികൾ കണ്ടെത്തി. അതിന്റെ അടിസ്ഥാനത്തിൽ SIR ആരംഭിച്ചിരിക്കുന്നു. SIR-നെതിരെ മുണ്ടുമുറുക്കി ഒന്നിച്ച് യുദ്ധം ചെയ്യുകയാണ് കേരളത്തിലെ കോൺഗ്രസും CPM-ഉം ലീഗും അടക്കമുള്ള ഇടത് വലത് മുന്നണികൾ. എന്തിനാണ് ഇവർ SIR-നെ ഭയക്കുന്നത്? SIR അവരെ പിടിച്ച് കടിക്കുകയൊന്നുമില്ലല്ലോ. SIR എന്താണ്? കൃത്യമായി നിരീക്ഷിക്കുകയും അനധികൃത വോട്ടർമാരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കുകയും ചെയ്യുക. ഏറ്റവും അധികം അനധികൃത വോട്ടർമാരുള്ളത് ചിലപ്പോൾ കേരളത്തിലും പശ്ചിമ ബംഗാളിലുമായിരിക്കാം. കാരണം അനധികൃത കുടിയേറ്റക്കാർ, ബംഗാളിൽ നിന്നുള്ള തൊഴിലാളികൾ എന്ന പേരിലെത്തിയ ബംഗ്ലാദേശിലെ രോഹിംഗ്യൻ കുടിയേറ്റക്കാർ, അനധികൃതമായി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് എത്തിയ ആളുകൾ, ബംഗാളിൽ നിന്ന് ഏറ്റവും അധികം ആളുകൾ ഇന്ന് അധിവസിക്കുന്നത് ഈ കൊച്ചു കേരളത്തിലാണ്. അതിൽ ലക്ഷക്കണക്കിന് പേർക്ക് ആധാർ കാർഡും വോട്ടും ഉണ്ട് എന്നുള്ളതാണ് പുറത്തു വരുന്ന കണക്കുകൾ. അവരൊക്കെ തന്നെ അനധികൃത കുടിയേറ്റക്കാരാണ്. അവരുടെ വോട്ടുകളൊക്കെ തന്നെ കേരളത്തിലെ ഈ വോട്ടർ പട്ടികയിൽ നിന്ന് വെട്ടിമാറ്റിയാൽ ഏകദേശം ലക്ഷക്കണക്കിന് വോട്ടുകൾ കേരളത്തിലെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറും. അപ്പോൾ കാലങ്ങളായി ഈ കുടിയേറ്റ വോട്ടർമാരുടെ, ഈ അനധികൃത വോട്ടർമാരിൽ നിന്ന് വോട്ട് നേടി അധികാരത്തിലെത്തുന്ന കേരളത്തിലെ ഇടത് വലത് മുന്നണികളുടെ വോട്ട് ബാങ്കിൽ വലിയ ചോർച്ചയുണ്ടാകും. അടുത്ത പതനം കേരളത്തിലെ കോൺഗ്രസിനായിരിക്കും സംഭവിക്കാൻ പോവുക. കേരളത്തിലെ കോൺഗ്രസ് തകരും. പശ്ചിമ ബംഗാളിൽ മമതാ ബാനർജിയുടെ തൃണമൂൽ കോൺഗ്രസ് തകരും. തൃണമൂൽ കോൺഗ്രസിന്റെയും വോട്ട് ബാങ്ക് ഇത്തരം അനധികൃതമായ കുടിയേറ്റക്കാരാണ്. ഒന്നും രണ്ടുമല്ല, ലക്ഷക്കണക്കിന്, കേരളത്തിൽ 50 ലക്ഷം അധികം ആധാർ കാർഡ് വിതരണം ചെയ്തിട്ടുണ്ടെങ്കിൽ പശ്ചിമ ബംഗാളിൽ അത് കോടികളായിരിക്കും. അങ്ങനെ അനധികൃത കുടിയേറ്റക്കാരുടെ വോട്ടുകളെ മുഴുവൻ വെട്ടി നിരത്തിക്കൊണ്ട് അനധികൃത കുടിയേറ്റക്കാരെ വോട്ടർ പട്ടികയിൽ നിന്ന് മുഴുവൻ മാറ്റിക്കൊണ്ടുള്ള ഏറ്റവും സമ്പൂർണമായ സുതാര്യമായ വോട്ടർ പട്ടിക പരിഷ്കരിച്ച് നടപ്പാക്കുമ്പോൾ കേരളത്തിൽ നിന്ന്, രാജ്യത്തിൽ നിന്ന് നരേന്ദ്രമോദി പറഞ്ഞതുപോലെ കോൺഗ്രസ് മുക്തമാകും. കോൺഗ്രസ് രാജ്യത്ത് തന്നെ ഇല്ലാതാകും. കോൺഗ്രസ് ബീഹാറിൽ തീർന്നിരിക്കുന്നു, ചത്ത കുതിരയായിരിക്കുന്നു. ഇനി കേരളത്തിൽ കൂടി അവശേഷിക്കുന്ന കോൺഗ്രസ് കേരളത്തിൽ നിന്നും കെട്ടുകെട്ടുന്ന കാലം അതിവിദൂരമല്ല.